ആർക്കാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നീ ഈ പേന വാങ്ങിയത്? ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. ഇതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ ആദ്യം ചോദ്യവാക്കാണ് എഴുതേണ്ടത്. ഇവിടെ ഏതാണ് ചോദ്യവാക്ക്? ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യവാക്ക്. ആർക്കാണ് എന്നുള്ളതിന് ഏതാ ഇംഗ്ലീഷിലുള്ള വാക്ക്? ആര് എന്നുള്ളതിന് ഏതാ വാക്ക്? ഹു. അപ്പോൾ ഹു എന്ന് ആദ്യം എഴുതുക. ഇനി സബ്ജക്റ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഏതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? നീ എന്നുള്ളതാണ്. അപ്പോൾ യു എന്ന് എഴുതുക. ഇനി ഇവിടുത്തെ വേർബ് ഏതാണ്? വാങ്ങിയത് എന്നുള്ളതാണ്. വാങ്ങുക എന്നുള്ളതിന് ഏതാ വാക്ക്? ബൈ. അപ്പോൾ ബൈ എന്ന് എഴുതുക. ഇനി വാങ്ങിയത് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഹു എന്ന ചോദ്യവാക്കിന് ശേഷം ഡിഡ് എന്ന ഒരു സഹായക ക്രിയ എഴുതണം. ഇനി എന്താണ് വാങ്ങിയത്? ഈ പേന. പേന എന്നുള്ളതിന് പെൻ. ഇനി ഈ പേന എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി പെൻ എന്ന വാക്കിന്റെ തൊട്ടു മുമ്പില് ദിസ് എന്ന് ചേർക്കണം. ദിസ് പെൻ, ഈ പേന. ഇനി ആർക്കാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഒരു ഫോർ കൂടി ചേർക്കണം. എവിടെയാണ് ആ ഫോർ ചേർക്കേണ്ടത്? ഏറ്റവും അവസാനം, ചോദ്യത്തിന്റെ ഏറ്റവും അവസാനം. പിന്നെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക. ഇപ്പോ ചോദ്യം മുഴുവനായി. ഹു ഡിഡ് യു ബൈ ദിസ് പെൻ ഫോർ? ആർക്കാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നീ ഈ പെന്ന് വാങ്ങിയത്? ഇനി നമുക്ക് ഈ ചോദ്യത്തിന് ഒരു മറുപടി പറയാം. ഞാൻ രാഹുലിന് വേണ്ടിയാണ് ഈ പേന വാങ്ങിയത്. എങ്ങനെ പറയാം? ഐ ബോട്ട് ദിസ് പെൻ ഫോർ രാഹുൽ. എങ്ങനെയാണ്? ഐ ബോട്ട് ദിസ് പെൻ ഫോർ രാഹുൽ. ഞാൻ രാഹുലിന് വേണ്ടിയാണ് ഈ പേന വാങ്ങിയത്. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി. ഇനി അടുത്തത്, ആർക്ക് വേണ്ടിയാണ് ഈ പുസ്തകങ്ങൾ? എങ്ങനെ ചോദിക്കാം? ഹു ആർ ദീസ് ബുക്സ് ഫോർ? എങ്ങനെയാണ്? ഹു ആർ ദീസ് ബുക്സ് ഫോർ? ആർക്ക് വേണ്ടിയാണ് ഈ പുസ്തകങ്ങൾ? ഇവിടുത്തെ സബ്ജക്റ്റ് ദീസ് ബുക്സ് എന്നുള്ളതാണ്. അത് പ്ലൂരലാണ്, ബഹുവചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹു എന്ന ചോദ്യവാക്കിന് ശേഷം ആറ് ഉപയോഗിച്ചത്. ഇനി ഇതിനെങ്ങനെ മറുപടി കൊടുക്കാം? എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഈ പുസ്തകങ്ങൾ. എങ്ങനെ പറയാം? ദീസ് ബുക്സ് ആർ ഫോർ മൈ സിസ്റ്റർ. എങ്ങനെയാണ്? ദീസ് ബുക്സ് ആർ ഫോർ മൈ സിസ്റ്റർ. എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഈ പുസ്തകങ്ങൾ. ഇനി അടുത്തത്, ആർക്കാണ് ഈ ഫോണ്? എങ്ങനെ ചോദിക്കാം? ഹു ഈസ് ദിസ് ഫോൺ ഫോർ? എങ്ങനെയാണ്? ഹു ഈസ് ദിസ് ഫോൺ ഫോർ? ആർക്കാണ് ഈ ഫോണ്? ഇനി ഇതിനെങ്ങനെ മറുപടി പറയാം? എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഈ ഫോണ്. എങ്ങനെ പറയാം? ദിസ് ഫോൺ ഈസ് ഫോർ മൈ ഫാദർ. എങ്ങനെയാണ്? ദിസ് ഫോൺ ഈസ് ഫോർ മൈ ഫാദർ. എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഈ ഫോണ്. ഇനി അടുത്തത്, നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? ഹു ആർ യു ടോക്കിംഗ് ടു? എങ്ങനെയാണ്? ഹു ആർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോ ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറയാം? ഐ ആം ടോക്കിംഗ് ടു മൈ മദർ. എങ്ങനെയാണ്? ഐ ആം ടോക്കിംഗ് ടു മൈ മദർ. ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത്, ആരാണ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? ഹു ഈസ് ടോക്കിംഗ് ടു യു? ഹു ഈസ് ടോക്കിംഗ് ടു യു? ആരാണ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിന് എങ്ങനെ മറുപടി പറയാം? എന്നോട് എൻ്റെ സഹോദരനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറയാം? മൈ ബ്രദർ ഈസ് ടോക്കിംഗ് ടു മീ. എങ്ങനെയാണ്? മൈ ബ്രദർ ഈസ് ടോക്കിംഗ് ടു മീ. എന്നോട് എൻ്റെ സഹോദരനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. 1, നീ ആരെയാണ് കാത്തു നിൽക്കുന്നത്? 2, ആരാണ് നിന്നെ കാത്തു നിൽക്കുന്നത്? 3, ആർക്കാണ് ആ കത്ത്? 4, ആർക്കായിരുന്നു ആ ബാഗുകൾ? 5, അവൻ ആരെയാണ് നോക്കുന്നത്? 6, അവൾ ആർക്കാണ് ആ ഫോൺ കൊടുത്തത്? 7, ആരാണ് നിന്നോട് അവനെക്കുറിച്ച് ചോദിച്ചത്? 8, ആരോടാണ് നീ അവനെക്കുറിച്ച് ചോദിച്ചത്? 9, നീ ആരെയാണ് ഇന്നലെ വിളിച്ചത്? 10, ആരാണ് നിന്നെ ഇന്നലെ വിളിച്ചത്? ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.